അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുരുഷന്മാർക്ക് പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണോ, അതല്ല വീടുകളിൽ വെച്ചും മറ്റും നമസ്കരിച്ചാൽ മതിയോ എന്ന ഒരു ചോദ്യം. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത്. വളരെ വ്യക്തമായ തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന കാര്യമാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ അഅമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്ധനായ ഒരാൾ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ് ഇന്നഹു ലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. ഞാൻ അന്ധനാണ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരാൾ എനിക്ക് സഹായിയായി ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഫസഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യുറഖിസ ലഹു ഫയുസല്ലിയ ഫീ ബൈതിഹി. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വീട്ടിൽ വെച്ച് നമസ്കരിക്കുവാൻ ഇളവ് ചോദിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ആ വിഷയത്തിൽ സ്വഹാബികൾക്ക് ഇളവില്ല എന്ന് അദ്ദേഹത്തിനറിയാം, മറ്റു സ്വഹാബികൾക്കും അറിയാം. ഇളവുള്ള കാര്യമാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ വെച്ച് നമസ്കരിച്ചാലും നമസ്കാരം ശരിയാവുമെങ്കിൽ ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിക്കട്ടെ എന്ന് പ്രത്യേകം ചോദിക്കേണ്ടതില്ല. എനിക്ക് പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം ഇളവാണ് ചോദിക്കുന്നത്, അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബാധകമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വെച്ച് നമസ്കരിക്കുവാൻ അനുവാദം ചോദിച്ചു, ഇളവ് ചോദിച്ചു. ഫറഖസ ലഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇളവ് നൽകി. പക്ഷേ ഫലമ്മ വല്ല, അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോൾ ദഅാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉൻ നിദാഅ ബിസ്സലാ. താങ്കൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാറുണ്ടോ? പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ടുള്ള ബാങ്ക് അത് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഫഖാല നഅം. അദ്ദേഹം പറഞ്ഞു, ബാങ്ക് കേൾക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅജിബ്, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇളവില്ല, പള്ളിയിൽ വരണം. ഇമാം അബൂദാവൂദ് റഹിമഹുള്ളയുടെ സുനനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ അജിദു ലക റുഖ്സ, താങ്കൾക്ക് ഇളവുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നില്ല, താങ്കൾക്ക് ഇളവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഇളവില്ല, അദ്ദേഹം ഒരു അന്ധനാണ്. മാത്രമല്ല ആ റിവായത്തിലുള്ളത് ഷാസിഉദ്ദാർ, എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, പക്ഷെ അദ്ദേഹം ബാങ്ക് കേൾക്കാറുണ്ട്. എന്നിട്ടും അന്ധനായ വീട് ദൂരെയുള്ള ഒരു വ്യക്തിക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടില്ലെങ്കിൽ അതല്ലാത്ത ആളുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് മാത്രം മതി പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്, കാരണങ്ങളില്ലാത്തവർക്ക് അതിൽ ഉദറില്ല, അതിൽ ഇളവില്ല എന്ന് മനസ്സിലാക്കുവാൻ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമിഅ നിദാഅ ഫലം യഅതിഹി ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ. ഒരാൾ ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ കാരണങ്ങളില്ലാത്തവർക്ക് നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ, ഒരു കാരണവുമില്ലാതെ വീട്ടിൽ തന്നെ നമസ്കരിക്കുകയാണെങ്കിൽ, പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അയാൾക്ക് നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില റിവായത്തുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഉദ്ർ, ഇളവ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ രോഗിയാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പള്ളിയിലേക്ക് വരുന്നതിനെ ഭയപ്പെടുന്ന ഒരവസ്ഥ, വല്ല മൃഗങ്ങളോ അതല്ലെങ്കിൽ ആക്രമിക്കുന്ന ആളുകളോ ആക്രമിക്കും എന്നൊക്കെ തോന്നുമ്പോൾ അവർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാം. എന്നാൽ ഇങ്ങനെയൊന്നുമില്ല എങ്കിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ ഇളവില്ല, അവർക്ക് നമസ്കാരമില്ല എന്നാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഗൗരവമേറിയ മറ്റൊരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആണയിട്ട് സത്യം ചെയ്ത് റസൂലുള്ള പറയുകയാണ്, ലഖദ് ഹമംതു അൻ ആമുറ ബി ഹതബിൻ ഫയുഹ്തതബ സുമ്മ ആമുറ ബി സ്വലാത്തി ഫയുഅദ്ദന ലഹ സുമ്മ ആമുറ റജുലൻ ഫയഉമ്മൻ നാസ സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ ഫഉഹർരിഖ അലൈഹിം ബുയൂതഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശരിക്കും അള്ളാഹുവാണ് ഞാൻ ഉദ്ദേശിച്ചു പോയി. എന്താണ് ഉദ്ദേശിച്ചത്? കുറച്ച് വിറകുകൾ ശേഖരിച്ചിട്ട് ബാങ്ക് കൊടുക്കാനും നമസ്കാരത്തിന് ഇമാമായി നിൽക്കാനും മറ്റൊരാളെ ഏൽപ്പിച്ചതിന് ശേഷം ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് വരാത്ത ആളുകളെ അവരുടെ വീടുകളിലിട്ട് കരിച്ചു കളയാൻ എനിക്ക് തോന്നുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്നർത്ഥം. വിറകുകൾ ശേഖരിച്ച് അവരെ വീടോടുകൂടി കത്തിക്കാൻ എനിക്ക് തോന്നിപ്പോയി പള്ളിയിലേക്ക് വരാത്ത ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ചില ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച്. എന്താണത്? ലൗ യഅലമു അഹദുഹും അന്നഹു യജിദു അർഖൻ സമീന ഔ മിർമാതൈനി ഹസനതൈനി ലശഹിദൽ ഇശ. എന്നാൽ വല്ല ആടിൻ്റെ കുളമ്പോ അതല്ലെങ്കിൽ വല്ല മാംസമോ ആട്ടിറച്ചിയോ അതിൻ്റെ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ പള്ളിയിലേക്ക് വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭക്ഷണമുണ്ട് എന്ന് കേട്ടാൽ അവർ വരും. പക്ഷേ എന്തുകൊണ്ടാണ് അവർ നമസ്കാരത്തിന് വരാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ വരിക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അവരെ വീടുകളിലിട്ട് കത്തിക്കുവാൻ എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും വലിയൊരു ശിക്ഷയ്ക്ക് അവർ അർഹരാണ്. അതിൻ്റെ അർത്ഥം പള്ളിയിൽ പോയി നമസ്കരിക്കൽ വാജിബാണ് എന്നാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് മറ്റൊരു റിവായത്തിൽ വന്നപ്പോൾ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ചപ്പോൾ ഈ ഭാഗം പറയുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ നമസ്കാരം എന്ന് പറയുന്നത് ഒന്ന് ഇശാ നമസ്കാരമാണ്, മറ്റൊന്ന് ഫജ്ർ നമസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ ഫജ്ർ നമസ്കാരവും ഇശാ നമസ്കാരവും മുനാഫിക്കുകൾക്ക് ഭാരമാണ്. എന്താണ് ആ ഭാരം എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് വരുന്നതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് വലൗ യഅലമൂന മാ ഫീഹിമ, ആ നമസ്കാരത്തിലുള്ളതിൻ്റെ ഫളിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ല അതൗഹുമ വലൗ ഹബ്വ, അവർ ഇഴഞ്ഞെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിലേക്ക് വരിക എന്നതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് പള്ളിയിലേക്ക് വരാത്തവരെ ആ നിലക്ക് വിറകുകൾ ശേഖരിച്ച് കത്തിച്ച് കളയാൻ എനിക്ക് തോന്നി എന്നുള്ളത് പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അഥവാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, ഒരാൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ മുസ്ലിമായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യുഹാഫിൽ അലാ ഹഉലാഇ സ്വലവാത്ത്, അവർ 5 വക്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹൈസു യുനാദാ ബിഹിന്ന, അതിനുവേണ്ടി വിളിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പള്ളിയിലേക്ക് വരട്ടെ എന്നാണ് പറഞ്ഞത്. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം സുനനൽ ഹുദ വ ഇന്നഹുന്ന മിൻ സുനനിൽ ഹുദ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പ്രവാചകന് അള്ളാഹു ഏറ്റവും നല്ല സന്മാർഗത്തിൻ്റെ വഴിയാണ് കാണിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത്. വലൗ അന്നക്കും സ്വല്ലൈതും ഫീ ബുയൂതിക്കും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ് ഫീ ബൈതിഹി, നിങ്ങളെങ്ങാനും വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ, ആരെപ്പോലെ? പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ചില മുനാഫിക്കുകളെപ്പോലെ നിങ്ങളും വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ ല തറക്തും സുന്നത്ത നബിയിക്കും, നിങ്ങളുടെ നബിയുടെ സുന്നത്താണ് ഒഴിവാക്കുന്നത്. വലൗ തറക്തും സുന്നത്ത നബിയിക്കും ല വലൽത്തും, നബിയുടെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകും. എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ വലാലത്തിൽ പെട്ടുപോകുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കരിക്കാൻ വരാത്തവർ അറിയപ്പെട്ട മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. അല്ലാതെ യഥാർത്ഥ മുസ്ലിമീങ്ങളാരും പള്ളിയിലേക്ക് വരാതിരുന്നിട്ടില്ല. വലഖദ് കാന റജുലു യുഅ്താ ബിഹി യുഹാദാ ബൈന റജുലൈനി ഹത്താ യുഖാമ ഫി സ്വഫ്, പള്ളിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പോലും 2 ആളുകളുടെ ഷോൾഡറുകളിൽ താങ്ങി പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് സഫുകളിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ്. കാരണം അവർ നിഫാഖിനെ ഭയപ്പെട്ടു, മറ്റുള്ളവർ അവരെ മുനാഫിക്കുകളാണ് എന്ന് കരുതുന്നതിനെയും അവർ ഭയപ്പെട്ടു.
അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു. അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് നാം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നോക്കൂ, മസ്ജിദുകളെക്കുറിച്ച് ധാരാളമായി പറഞ്ഞത് കാണാം. ജമാഅത്തായി നമസ്കരിക്കൽ പ്രത്യേകം വാജിബല്ലായിരുന്നെങ്കിൽ പള്ളികളുടെ പ്രാധാന്യം പിന്നെ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഭവനമായ കഅബാലയം, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മാർഗദർശനമായി അഥവാ ലോകർക്ക് മാർഗദർശനമായി ഭൂമുഖത്ത് ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ട കഅബാലയം മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറമിൽ ആരൊക്കെ വരുമെന്നാണ് പറഞ്ഞത്? ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്, റുക്കൂഉം സുജൂദും ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി വരുന്നവർ, ഇഅ്തികാഫിന് വരുന്നവർ, തവാഫിന് വേണ്ടി വരുന്നവർ. അപ്പോൾ ജമാഅത്തായിട്ടുള്ള നമസ്കാരം അത് പള്ളികൾ സ്ഥാപിക്കപ്പെട്ട ആദ്യ നാളുകളിൽ തന്നെ ഉള്ള കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പള്ളിയെ തൊട്ട് തടയുന്നത് ഏറ്റവും വലിയ ളുൽമായി ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 114 കാണാം, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹ. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന പള്ളികളെ തൊട്ട് തടയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അപ്പോൾ മസ്ജിദുകൾ എന്തിനാണ്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്. അഥവാ അവിടെ നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കേണ്ടതുണ്ട്. സൂറത്തു തൗബയിലെ 18 കാണാം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ്സലാത വ ആതസ്സകാത വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ പരിപാലിക്കുന്നത്, ആരാധനകൾ കൊണ്ടും അല്ലാതെയുമൊക്കെ അതിനെ പരിപാലിക്കുന്നത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന, നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് നൽകുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ പള്ളികൾ പരിപാലിക്കപ്പെടണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെയുള്ള ജമാഅത്ത് നമസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വ അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അള്ളാഹുവിനാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിനാൽ അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ മറ്റൊരാളോടും ദുആ ചെയ്യാൻ പാടില്ല എന്ന് സൂറത്തുൽ ജിന്നിലെ 18 കാണാം. അപ്പോൾ മസ്ജിദുകളെ സംബന്ധിച്ച് ധാരാളമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, യഥാർത്ഥ വിശ്വാസികൾ അവർ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാണുള്ളത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു എന്ന് സൂറത്തുൻ നൂറിലെ 36 കാണാം. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങളിൽ, ആ ഭവനങ്ങളിലാണ് വിശ്വാസികളുള്ളത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി യുദ്ധസന്ദർഭത്തിൽ പോലും, യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പോലും ജമാഅത്തായി നമസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സൂറത്തു നിസാഇലെ 102 കാണാം, വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക്. നബിയെ, താങ്കൾ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ താങ്കളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾ താങ്കളുടെ കൂടെ നമസ്കരിക്കട്ടെ, എന്നിട്ട് അവർക്ക് വേണ്ടി താങ്കൾ ഇമാമായി നമസ്കരിക്കുക, നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുക. വലിയ ഖുദു അസ്ലിഹത്തഹും, ആ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ യുദ്ധവേളകളിൽ പോലും നമസ്കരിക്കണമെന്നും ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ജമാഅത്തായി തന്നെ നമസ്കരിക്കണമെന്നും യുദ്ധത്തിൻ്റെ രംഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യുദ്ധവേളകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലാത്ത സന്ദർഭങ്ങളിൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് വാജിബാണ്. രോഗം കൊണ്ടോ മഴ കാരണത്താലോ മറ്റു തടസ്സങ്ങൾ കൊണ്ടോ യാത്രക്കാരായതുകൊണ്ടോ ഒക്കെ വരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇളവുകൾ ഉണ്ട് എന്നല്ലാതെ സ്വഹീഹായ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരാൾക്കും തന്നെ പള്ളിയിൽ പോവൽ അതൊരു സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്ന് കരുതി വീട്ടിൽ വെച്ച് നമസ്കരിക്കുവാൻ നിർവാഹമില്ല എന്നാണ് ഈ തെളിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സമിഅൽ മുനാദി ഫലം യജിബ് മിൻ ഗൈരി ഉദ്രിൻ ഫലാ സ്വലാത്ത ലഹു. ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടും ഉദറില്ലാതെ ഒരാൾ അതിന് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നമസ്കാരമില്ല. ഇത് തന്നെയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇതേ വാചകം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി എന്നാണ്. പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ വെച്ചല്ലാതെ നമസ്കാരമില്ല. അപ്പോൾ ചോദിച്ചു, ആരാണ് ജാറുൽ മസ്ജിദ്? അപ്പോൾ പറഞ്ഞു, മൻ സമി അൽ മുനാദി, ബാങ്ക് കേൾക്കുന്ന പരിസരത്തുള്ളവരൊക്കെ പള്ളിയുടെ അയൽവാസികളാണ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കേൾക്കുന്നവരൊക്കെ പള്ളിയുടെ അയൽവാസികളാണ്, അവർ പള്ളിയിൽ വെച്ചല്ലാതെ അവർക്ക് നമസ്കാരമില്ല എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേപോലെ മറ്റ് ധാരാളം സഹാബികളും താബീങ്ങളും ഒക്കെ ഇപ്രകാരം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ നിന്ന് വിജയത്തിലേക്ക് വരൂ, ഹയ്യ അല സ്വലാ, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിജയമാണ് അവിടെയുള്ളത്.
ആ വിജയത്തിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടതുണ്ട്. ജമാഅത്തായി നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. അതിനാണ് വിശ്വാസികളുടെ ഖൈർ. ഇല്ല എങ്കിൽ വഴിതെറ്റിപ്പോകുമെന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഖൗല് ഗൗരവത്തിൽ നാം എടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.